ഈ വരുന്ന ഭീകരവാദത്തിലെത്തുന്ന മുഴുവൻ പണത്തിൻ്റെ സ്രോതസ് എന്ന് പറയുന്നത് ഓയിൽ മണിയാണ്. ആ പണങ്ങൾ പോലും ഇപ്പോൾ എത്തുന്നില്ല, അത്തരത്തിലുള്ള പിന്തുണ ഇവർക്ക് കിട്ടുന്നില്ല. അതായത് ഈ സ്വതന്ത്ര ഫലസ്തീൻ എന്ന് പറയുന്ന ആശയത്തിന് ഉപരി പണമാണ് അവിടെ കളിക്കുന്നത്. പണമാണ് കളിക്കുന്നത്, തീർച്ചയായും പണം മാത്രമാണ് കളിക്കുന്നത്, വേറൊന്നുമല്ല. അല്ലാതെ എന്താ ഈ ഇസ്രായേലിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ ആൾക്കാർക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റില്ല, യാതൊരു പ്രശ്നമില്ല. അതുകൊണ്ടല്ലേ അവിടുത്തെ ജനങ്ങൾ ഇപ്പോൾ ഈ പറയുന്ന ഹമാസിനെതിരെ തിരിഞ്ഞ് പ്രക്ഷോഭം നടത്തുന്നത്. ഈ പറയുന്ന ഗാസയിലേക്ക് എത്തുന്ന ഭക്ഷണവും മരുന്നുമൊക്കെ ഹമാസ് പിടിച്ചെടുത്തിട്ട് അവർ പൈസയ്ക്ക് വിൽക്കുകയാണ് ചെയ്യുന്നത്. അതായത് സൗജന്യമായിട്ട് ഇസ്രായേൽ കൊടുക്കുന്ന ഭക്ഷണവും മരുന്നും ഈ UN ആൾക്കാരെ സ്വാധീനിച്ചു, അതിൻ്റെ ഇടയിൽ ഇടപെട്ടും ഒക്കെ ഇവർ പിടിച്ചെടുത്തതിന് ശേഷം ആൾക്കാർക്ക് പൈസയ്ക്ക് വിൽക്കും. ഇത് നേരിട്ട് ആരെങ്കിലും പോയി UN വിതരണം ചെയ്യുന്നിടത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ അവരെ വെടിവെച്ച് ഓടിക്കുകയാണ് ഈ പറയുന്ന ഹമാസ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള പ്രവർത്തനമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 4 മാസത്തിനിടെ 900 ഷക്കൽസ് മാത്രമാണ് ഈ ശമ്പളമായിട്ട്, വേതനമായിട്ട് ഈ ഭീകരർക്ക് ഹമാസിന് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതായത് 21,317 രൂപയാണ് ഇവർക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളതെന്നാണ് 4 മാസത്തിനിടെ. അതായത് ഇവർക്ക് ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ തന്നെ ഇവർക്ക് ഫണ്ടിങ് മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ ഫണ്ടിങ് വരാറുണ്ടല്ലോ. അതെ, ആ ഫണ്ടിങ് തകർന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തുള്ള പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നത്. അതായത് ഈ ഫണ്ടിങ് കിട്ടാത്തത് കൊണ്ട് ഇവരുടെ അംഗങ്ങളായി ഹമാസിൻ്റെ അംഗങ്ങളായ തീവ്രവാദികൾ യുദ്ധമേഖലയിൽ നിന്ന് പിന്മാറാൻ തുടങ്ങി.